മുസ്ലിം വുമൺ സപ്പോർട്ട് BJP എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ആദ്യം ലഭിക്കുന്നത് പർദ്ദയും ഹിജാബും ധരിച്ച കണ്ണട വെച്ച ഒരു സ്ത്രീയാണ്. ഉത്തരേന്ത്യയിൽ BJP RSS എവിടെ പരിപാടി സംഘടിപ്പിച്ചാലും കഴിഞ്ഞ 4-5 വർഷമായി ഈ സ്ത്രീ അവിടെ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഒരു ഫോട്ടോ മോഡലായി ഈ മുസ്ലിം സ്ത്രീയെ അണിനിർത്തുന്നതിന് പിന്നിലെ ലക്ഷ്യം രാജ്യത്ത് BJP RSSനെ ന്യൂനപക്ഷങ്ങളും പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കലാണ്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ ഉത്തർപ്രദേശിലെ വാരണാസിയിൽ പർദ്ദയും ഹിജാബും ധരിച്ച് യോഗ ചെയ്യുന്ന മുസ്ലിം സ്ത്രീയായി മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. വാരണാസി സ്വദേശിനിയായ നസ്നിൻ അൻസാരിയാണ് സംഘപരിവാറിനെ സ്നേഹിക്കുന്ന ന്യൂനപക്ഷങ്ങളുടെ പ്രതിനിധി. 2014 നരേന്ദ്രമോദി വാരണാസിയിൽ വിജയിച്ചപ്പോൾ അദ്ദേഹത്തിന് ആശീർവാദം അറിയിച്ച് നഗരത്തിൽ പരിപാടി നടത്തിയതിലൂടെയാണ് നസ്നിൻ ആദ്യമായി ശ്രദ്ധിക്കപ്പെടുന്നത്. ഉത്തർപ്രദേശിലെ വിവിധ നഗരങ്ങളിലെ പരിപാടികൾക്ക് പുറമെ ഡൽഹിയിൽ നടക്കുന്ന പരിപാടികളിലും ഇവരുടെ സാന്നിധ്യമുണ്ട്. മുത്തലാഖ് നിയമമാവുന്നതിനു വേണ്ടി ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുന്ന മുസ്ലിം സ്ത്രീകൾ എന്ന ലേബലിൽ യൂട്യൂബിലുമുണ്ട് അവരുടെ വീഡിയോ. സംഘപരിവാർ സ്പോൺസർഡ് പരിപാടിയിലെ ദൃശ്യങ്ങൾ മുത്തലാഖിനെതിരെ ഹനുമാൻ കീർത്തനങ്ങൾ ഉരുവിട്ട മുസ്ലിം സ്ത്രീകൾ എന്ന തലക്കെട്ടോടെ വാർത്തകൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ദീപാവലി ദിനത്തിൽ മുസ്ലിം സ്ത്രീകൾ ക്ഷേത്രത്തിൽ ഭജനയിരുന്നു എന്ന് ANAയിലും വാർത്ത വന്നിരുന്നു. വാരണാസിയിലെ മുസ്ലിം സ്ത്രീകൾ നരേന്ദ്രമോദിക്ക് രാഖി അയച്ചു കൊടുത്തു എന്നും മറ്റൊരു വാർത്ത കൂടി ഉണ്ടായിട്ടുണ്ട്. ഇതിലെല്ലാം മുന്നിൽ പർദ്ദയും ഹിജാബും അണിഞ്ഞ നസ്നിൻ അൻസാരിയെ കാണാം. BJPക്ക് വേണ്ടി ക്യാമ്പയിൻ നടത്തി പർദ്ദയിട്ട സ്ത്രീകൾ, മാംസാഹാരത്തിനെതിരെ മുസ്ലിം സ്ത്രീകൾ, രാഖി കെട്ടി പർദ്ദയിട്ട സ്ത്രീകൾ, മുസ്ലിം വ്യക്തി നിയമം നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് പർദ്ദ ധരിച്ച സ്ത്രീകൾ പ്രകടനം നടത്തി. വിഷയങ്ങളും പരിപാടികളും മാറി മാറി വരുന്നു. എന്നാൽ പങ്കെടുത്തവരെല്ലാം ഒന്നു തന്നെ. ഭാരതീയ അവാമി പാർട്ടി, മുസ്ലിം മഹിളാ ഫൗണ്ടേഷൻ എന്നിവയുടെ അധ്യക്ഷയും വാരണാസി ആസ്ഥാനമായ വിശാൽ ഭാരതി സംഘിന്റെ നേതാവുമാണ് നസ്നിൻ അൻസാരി. യോഗി ആദിത്യനാഥ് സർക്കാർ അധികാരത്തിലേറിയ ആഹ്ലാദ പ്രകടനം നടത്തിയ മുസ്ലിം സ്ത്രീകളും എന്ന വാർത്തയിലും നിറഞ്ഞു നിന്നത് നസ്നിനാണ്. എന്നാൽ വാരണാസിയിൽ അന്ന് സന്ദർശനം നടത്തി തയ്യാറാക്കിയ ദി വയറിന്റെ റിപ്പോർട്ട് പറയുന്നത് BJPയുടെ വിജയത്തിൽ മുസ്ലിങ്ങൾ സംതൃപ്തി രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ്. ജനാധിപത്യ രാജ്യത്ത് അവരുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് ആർക്ക് വേണമെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയെയും പിന്തുണയ്ക്കാം. എന്നാൽ BJP RSSനെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളും പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സിലാവാത്തത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ എന്നുള്ളത് നസ്നിൻ എന്ന യുവതിയിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നതാണോ എന്നുള്ളതാണ്. മാത്രവുമല്ല, BJP RSS പരിപാടികളിൽ മാത്രം പർദ്ദയും ഹിജാബും ധരിച്ചെത്തുന്ന നസ്നിൻ സ്വകാര്യ പരിപാടികളിൽ പർദ്ദയും ഹിജാബും ഉപേക്ഷിച്ച് നടക്കുന്ന ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.